നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച നാറ്റിവിറ്റി ID കാർഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. പൗരത്വത്തിനടക്കം ഉപയോഗപ്പെടുന്ന ഒരു ID കാർഡ് എന്ന രൂപത്തിലാണ് കേരളം ഇത് പുറത്തിറക്കുന്നത്. എന്താണ് നാറ്റിവിറ്റി ID കാർഡ്, ഇത് എങ്ങനെയാണ് ലഭിക്കുക, എന്ന് മുതലാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സർക്കാരിൻ്റെ പല കാര്യങ്ങൾക്കും നമ്മൾ വില്ലേജ് ഓഫീസിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പോൾ ജനിച്ച് താമസിക്കുന്നത് കേരളത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖയായിട്ടായിരുന്നു ഇത് ഉപയോഗിക്കാറ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ആളുകൾക്ക്, സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള ആളുകൾക്ക്, കോളേജ് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാമായിരുന്നു ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിച്ചിരുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും അപ്രൂവ് ചെയ്യുന്ന രേഖയായിരുന്നു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. 1 വർഷവും 6 മാസമെല്ലാമായിരുന്നു ഇതിൻ്റെ കാലാവധി. ഓരോ സമയത്തും നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് മാതാപിതാക്കളുടെ ജനനരേഖയും നമ്മുടെ ജനനരേഖയും എല്ലാം വെച്ച്, സ്കൂൾ സർട്ടിഫിക്കറ്റും എല്ലാം വെച്ച് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ആധാർ കാർഡിന് പകരമായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ID കാർഡ് വരിക എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതായത് താലൂക്ക് തഹസിൽദാർക്കായിരിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ID കാർഡ് നൽകാൻ ചുമതല ഉണ്ടായിരിക്കുക. ഒറ്റ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും ഇതിൻ്റെ പ്രവൃത്തിയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. പക്ഷേ ഇത് നിയമവശങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ പറയുന്നില്ല. ആധാർ കാർഡിന് പകരം ഉപയോഗിക്കാൻ സാധിക്കുമോ, മറ്റെന്തെല്ലാം കാര്യങ്ങൾക്കായിരിക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കുക ഒന്നും ഇപ്പോൾ സർക്കാർ പറയുന്നില്ല. ഏതായാലും ഇനി അങ്ങോട്ട് നമ്മൾ ഇത്രയും കാലം ആധാർ കാർഡ് എടുത്തതുപോലെ അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് എടുത്തതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും മണിക്കൂറോളം വരുന്നത് പോലെ ഇനി പുതിയതായിട്ട് ജനങ്ങൾക്ക് വരുന്നൊരു കാര്യമാണ് നാറ്റിവിറ്റി ID കാർഡ്. എന്ന് മുതലായിരിക്കും ഈ ഒരു കാർഡിൻ്റെ ഉപയോഗം തുടങ്ങുക, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുക എന്നൊന്നും പോലും സർക്കാർ പറയുന്നില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജനങ്ങൾക്ക് ഒരു പൗരത്വ രേഖയായിട്ട് ഒരു ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ, കേരളത്തിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് തെളിയിക്കുന്ന രൂപത്തിലൊരു ID കാർഡ് മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൽ വില്ലേജ് ഓഫീസറാണ്. പക്ഷേ ഇത് തഹസിൽദാർക്കായിരിക്കും ഇതിൻ്റെ ചുമതല. ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, അല്ല ഓഫ്ലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്, ആരെല്ലാമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഒരു കാര്യവും ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനൽ കൂടി നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മളിപ്പോൾ ആധാർ കാർഡ്, റേഷൻ കാർഡ് പോലത്തെ ഒരുപാട് ID കാർഡുകൾ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയും നമുക്ക് ഇതുപോലത്തെ ഒരു ID കാർഡ് ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എസ് എന്നാണെങ്കിൽ എസ്, നോ എന്നാണെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.